വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന മൂവിയുടെ ഒഫീഷ്യൽ ടീസർ റിയാക്ഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. പൃഥ്വിരാജ് ആടുജീവിതം എന്ന് പറയുന്ന ഒരു സീരിയസ് മൂവിക്ക് ശേഷം ചെയ്യുന്ന ഒരു ഫൺ ഫീൽഡ് മൂവിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ആൻഡ് മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂവി ഈസ് ഡയറക്റ്റഡ് ബൈ വിപിൻ ദാസ് ആൻഡ് സ്റ്റാർ കാസ്റ്റ് പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് ഉണ്ട്, നിഖില വിമൽ ഉണ്ട്, ബേസിൽ ജോസഫ് ഉണ്ട്, അനശ്വര രാജൻ ഉണ്ട് ആൻഡ് യോഗി ബാബുവിന്റെ ഫസ്റ്റ് മലയാളം ഡെബ്യൂ മൂവിയും കൂടിയാണ് ഇത്. അപ്പം എന്താ പറയാ, നമുക്ക് ഊഹിക്കാമല്ലോ ഇത്രയും സ്റ്റാർ കാസ്റ്റ് ഒക്കെ കാണുമ്പോൾ തന്നെ. ബേസിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, മൂവി മറ്റേ വേറെ ലെവലായിരിക്കും. സോ നമുക്ക് വേഗം ടീസർ കാണാം. ടീസർ വന്നിട്ട് 1 മിനിറ്റ് 49 സെക്കൻഡ്സ് ആണ്. സോ ലെറ്റ്സ് വാച്ച് ഇറ്റ്. ആദ്യം തന്നെ ബേസിലാണല്ലോ. ഞൊഴഞ്ഞഴഞ്ഞ് പോവാള്. സുപ്രിയ മേനൻ പ്രസൻസ്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, E4 എന്റർടൈൻമെന്റ്. പൃഥ്വിരാജ് അനശ്വര നിഖില അഞ്ജലി. എന്റെ പേര് കൈ ഫ്രം ദ ഡയറക്ടർ ജയ ജയ ജയ. യോഗി ബാബു. ക്ലീഷേ ഡയലോഗ്. ഗുരുവായൂർ അമ്പലനടയിൽ. എന്ത് ടീച്ചറാ ഗൈസ്, ചിരിച്ച് ചിരിച്ച് ഊപ്പാടിളകി. ഇപ്പോഴത്തെ മലയാള സിനിമകളൊക്കെ മറ്റേ വേറെ ലെവലാണ്. ഒന്നും എല്ലാ സ്റ്റോറിയും ഡിഫറെന്റ് ആണ്. ഇന്ന് കണ്ട ഒരു സ്റ്റോറി ആയിരിക്കില്ല അടുത്ത സിനിമ. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള അടിപൊളി അടിപൊളി സിനിമാസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ മൂവിയിൽ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് ആടുജീവിതത്തിന് ശേഷം ഭയങ്കര നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലേ, ഭയങ്കര ഫൺ ഫീൽഡ് ആയിട്ട് ചെയ്യുന്ന ഒരു മൂവിയാണ് ഇത്. ആൻഡ് ബേസിലിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പുള്ളിയുടെ എല്ലാ സീൻസും എനിക്ക് ഇഷ്ടമാണ്. ആ മറ്റേ ഞഴഞ്ഞഴഞ്ഞു പോക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു ബേസിലിന് കുറെ കല്യാണാലോചന നടക്കുന്നുണ്ട്. അങ്ങനെ ബേസിൽ പെണ്ണ് കാണുന്ന ഒരു പെണ്ണാണ് അനശ്വര. അഞ്ജലി എന്നാണ് പേര്. സോറി ഫോർ ദ ടെക്നിക്കൽ ഇഷ്യൂ ഗൈസ്. ഇവിടെ കറണ്ട് പോയിരിക്കുകയാണ്. എപ്പോഴും ഇതാണ് അവസ്ഥ. ഞാൻ എന്തെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്ത് നിന്നാൽ കൊണ്ടാവാരെ കറണ്ട് പോകട്ടോ. സോ കമ്മിങ് ബാക്ക് ടു ദ മൂവി, എനിക്ക് തോന്നുന്നു കല്യാണത്തിന് മുന്നേ നടക്കുന്ന കുറെ ഫൺ കാര്യങ്ങൾ കാണിക്കുന്ന ഒരു മൂവിയാണ്. ആൻഡ് കുറെ കല്യാണാലോചനയ്ക്ക് ശേഷം ഫൈനലി ബേസിൽ ആൻഡ് അനശ്വരയുടെ കല്യാണം ഗുരുവായൂർ അമ്പലനടയിൽ നടക്കുകയാണ്. ആൻഡ് പൃഥ്വിരാജ് വന്നിട്ട് ഒന്നുമില്ലെങ്കിൽ ബേസിലിന്റെ ബ്രദർ അല്ലെങ്കിൽ ബ്രോക്കർ എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂവി മെയിലാണ് റിലീസ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ഞാൻ മൂവി കണ്ടിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും. സോ ഇഫ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനി ഒരുപാട് നേരം ഇവിടെ വളവളാന്ന് സംസാരിച്ചിട്ട് ഉരുഹി തീരം വയ്യ. ടാറ്റാ ഗൈസ്.